ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അത് നമ്മുടെ ചതുരംഗപ്പാറയിലേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായ ട്രക്കിംഗ് സ്പോട്ടാണ്. ഇവിടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത്. അതിമനോഹരമാണ്. അപ്പോൾ ഓഫ് റോഡ് കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ താഴേക്ക് പോയി. ജീപ്പ് അതിൻ്റെ മുകളിലേക്ക് ടോപ്പിലേക്ക് പോയില്ല. അപ്പോൾ ഈ കാറ്റാടി പാടത്തിൻ്റെ താഴെയായിട്ട് നിർത്തി. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാൽ തന്നെ നല്ല കാറ്റാണ്, നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ മുകളിലേക്ക് നടന്ന് പോകാൻ വേണ്ടി നോക്കി. നടത്തം എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ അനുഭവമാണ്. പച്ചപ്പുള്ള വഴികളും പിന്നെ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കല്ലുകളും പാറകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ നേച്ചർ ലവേഴ്സിലൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഇവിടെ പോകണം. അതുപോലെ തന്നെ അപ്പോൾ നേച്ചർ ലവേഴ്സൊക്കെ ഒരിക്കലും മിസ്സാക്കരുത് ഈ ഒരു വോക്കിംഗ് അഡ്വഞ്ചർ. അങ്ങനെ ഞങ്ങൾ പെതുക്കെ നടന്ന് ആ ഒരു മണ്ടയിലേക്ക് എത്തി. ആ പാറക്കല്ലുകളുടെ ഒക്കെ മണ്ടയ്ക്കൂടെയൊക്കെയാണ് നമ്മൾ നടന്നു പോകുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പച്ചപ്പാടങ്ങളും പാടങ്ങളും മലനിരകളും ഒക്കെ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നല്ല പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാറ്റടിച്ച് നമ്മൾ താഴെ വീടുമെന്ന് പോലും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അതിൻ്റെ മേളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ സൈഡിലായിട്ട് വലിയൊരു പാറ ഉണ്ടായിരുന്നു. ആ പാറയുടെ മണ്ടയിലേക്ക് ഞങ്ങൾ 3 പേരും വലിഞ്ഞ് കയറി. ലാസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പെടാപ്പേട് പെട്ടു. അതിൻ്റെ മണ്ടയിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇറങ്ങാൻ പെട്ട കഷ്ടപ്പാട് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇറങ്ങാൻ പറ്റേണ്ട വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. പക്ഷേ അതിൽ യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ചതുരംഗപ്പാറയിൽ അടിപൊളി ട്രെക്കിംഗ് സ്പോട്ടാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വരിക. ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. നല്ല കാറ്റാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വരിക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയത് അനേരാക്കൽ ഡാമിലേക്കാണ്. ശരിക്കും മൂന്നാറിൻ്റെ ഒരു മറഞ്ഞിരിക്കുന്ന സൗന്ദര്യം എന്ന് തന്നെ പറയാം. പച്ചപ്പും കുന്നുകളും അതുപോലെ തന്നെ നിശബ്ദതയും ഒക്കെ നിറഞ്ഞ ഒരു സ്പോട്ടാണ്. ഫോട്ടോഗ്രാഫിനും അതുപോലെ പിക്നിക്കിനൊക്കെ വരാൻ വേണ്ടി ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത്. അപ്പോൾ കാഴ്ചകൾ കൊണ്ട് വളരെ മനോഹരമായ ഒരു സ്പോട്ടാണ്. ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലം തന്നെയാണ്. മൂന്നാറിലെ വളരെ മനോഹരമായ ഒരു സ്പോട്ടിൽ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ പറയുന്ന ഡാമും. അങ്ങോട്ടേക്ക് നടന്ന് പോയപ്പം കുറച്ച് നല്ല വെയിലായതുകൊണ്ട് നമ്മൾ അധികം നടന്ന് അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോൾ ഇതും മൂന്നാറിൽ നിങ്ങൾ പലതവണ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ഈ പറയുന്ന ഡാം. വെയിലായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാത്തത് കൊണ്ട് ഇത്ര വീഡിയോ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഫുൾ വ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ അതിമനോഹരമായ വ്യൂ ആണ്. കണ്ടില്ലേ, തേയിലത്തോട്ടത്തിൻ്റെ താഴ്വരയിൽ കൂടെ ഒന്ന് നദി പോണക്കാണ് ഇത് കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല രസമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് ഇറങ്ങി റോഡിൽ കൂടെ ട്രാവൽ ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് കറങ്ങി മേളിലേക്ക് വന്നു കഴിയുമ്പോൾ ഫുൾ വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താ അല്ലേ, അടിപൊളി, നല്ല വ്യൂ, ഒരു ഐലൻഡ് പോലൊക്കെ ഇരിക്കും. സൂപ്പർ. അപ്പോൾ എൻ്റെ മൂന്നാം ട്രിപ്പിൻ്റെ വിശേഷം ഇവിടെ കഴിയുന്നില്ല. ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.